ടീമാറ്റ് കമ്മിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരാളുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു സംശയത്തെ തുടർന്ന് ആണ് നമ്മുടെ ഒരു കാര്യം ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. ആള് MSc B.Ed കഴിഞ്ഞ ഒരാളാണ്. സെറ്റ് ക്വാളിഫൈഡ് ആണ്. അപ്പോൾ ആള് ചോദിച്ചൊരു സംശയം എന്ന് പറയുന്നത് ആളുടെ സുഹൃത്ത് MSc കഴിഞ്ഞു, സെറ്റ് കിട്ടിയില്ല, M.Ed ഉണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഒരു ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപികയായിട്ട് ജോയിൻ ചെയ്യാനായിട്ട് സാധിച്ചത്? പലർക്കുമുള്ള അധ്യാപകരായി ജോയിൻ ചെയ്യാനിരിക്കുന്ന പലർക്കുമുള്ള പല സംശയങ്ങളിൽ പെട്ടതാണ് ഈ പല ഡിഫറെന്റ് എക്സാംസ് എന്തിനാണ് നടക്കുന്നത്. നമ്മൾ വിചാരിച്ചിരുന്നതെന്ന് പറയുന്ന ആളുകൾക്ക് ഈ ഒരു എക്സാമുകളെ പറ്റി കൃത്യമായിട്ടുള്ള ക്ലാരിറ്റി ഉണ്ട്, നമ്മളൊരു ഫർദർ എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല. ബട്ട് സ്റ്റിൽ സം ഡൗട്ട്സ് എക്സിസ്റ്റ്. എന്താണ് ക്ലിയർ ആയിട്ട് നമ്മളൊരു ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലനേഷൻ ആണ് ഉപയോഗിക്കുന്നത്. വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇത് കമന്റ് ചെയ്യും. ബേസിക്കലി കേട്ടറ്റിനെ സംബന്ധിച്ചിടത്തോളം 4 കാറ്റഗറിയാണുള്ളത്. ഇവിടെ 3 കാറ്റഗറി സ്പെസിഫൈ ചെയ്യുന്ന റീസൺ ഉണ്ട്. കേട്ടറ്റ് കാറ്റഗറി 1 എന്ന് പറയുന്നത് DLED കോഴ്സ് കഴിഞ്ഞവർ, അതായത് പഴയ TTC കോഴ്സ് കഴിഞ്ഞ് ലോവർ പ്രൈമറി ക്ലാസ്സുകളിൽ പഠിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ പാസ് ആവേണ്ട ഒരു എക്സാമാണ് കേട്ടറ്റ് കാറ്റഗറി 1 എന്ന് പറയുന്നത്. കാറ്റഗറി 2 എന്ന് പറയുന്നത് UP സ്കൂളിൽ പഠിപ്പിക്കാനായിട്ടുള്ള അധ്യാപിക യോഗ്യതയാണ്. കാറ്റഗറി 3 എന്ന് പറയുന്നത് HSA ഹൈസ്കൂളിൽ അധ്യാപകരാകാനായിട്ടുള്ള യോഗ്യതയാണ്. ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനാകണമെന്നുണ്ടെങ്കിൽ കേരളത്തിലുള്ള മിനിമം യോഗ്യതയാണ് നമുക്ക് എന്തൊക്കെ വേണം, നമുക്ക് ഒരു സബ്ജക്റ്റിൽ മാസ്റ്റേഴ്സ് ഉണ്ട്, PG ഉണ്ടാവണം, അതേ സബ്ജക്റ്റിന് B.Ed ഉണ്ടാവണം, അതുപോലെ നമ്മൾ സെറ്റും ക്വാളിഫൈഡ് ആയിരുന്നു. അപ്പോൾ അത്രയും കാര്യങ്ങൾ ക്വാളിഫൈഡ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് HSST പരീക്ഷ എഴുതി അല്ലെങ്കിൽ ഒരു എയ്ഡഡ് മേഖലയുടെ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനായിട്ട് മാറാനായിട്ട് പറ്റും. കോളേജിൽ പഠിപ്പിക്കാനായിട്ടുള്ള അധ്യാപിക യോഗ്യതയാണ് നെറ്റ് എന്ന് പറയുന്നത്. 3 ഏജൻസികൾ നടത്തുന്ന UGCയുടെ നെറ്റ് ഉണ്ട്, അതുപോലെ CSIR നെറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഐക്കറിന്റെ നെറ്റും ഉണ്ട്. പിന്നെയുള്ളതാണ് JRF എന്ന് പറയുന്നത് PhD ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്ക് ഫെലോഷിപ്പ് UGC അല്ലെങ്കിൽ CSI അല്ലെങ്കിൽ മറ്റുള്ള ഏജൻസികൾ ഫെലോഷിപ്പുകൾ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയുള്ള ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് എക്സാം. ബേസിക്കലി നെറ്റ് എക്സാമും JRF എക്സാമും ഒന്നിച്ചാണ് നടക്കുന്നത്. അതാണ് നെറ്റ് എക്സാം എന്ന് പറയുന്നത്. ഇതൊരു കോളേജ് എലിജിബിലിറ്റിയാണ്. ഇത് ദെൻ M.Ed എന്ന് പറയുന്നത് B.Ed ചെയ്തതിനു ശേഷം മാസ്റ്റേഴ്സ് ഇൻ എഡ്യൂക്കേഷന്റെ PG കോഴ്സാണ് M.Ed എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഒരു B.Ed കോളേജിൽ അല്ലെങ്കിൽ ടീച്ചേഴ്സ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അധ്യാപകരാവണമെങ്കിൽ M.Ed ക്വാളിഫൈ ചെയ്തിരിക്കണം. ദെൻ അടുത്തത് PhD. ബേസിക്കലി നമ്മളിവിടെ നോക്കുമ്പോൾ ഇതിനകത്തുള്ള ഏറ്റവും ഇൻഫീരിയർ ആയിട്ടുള്ള, ഞാൻ എക്സാം കുറച്ച് കാണുമല്ലോ, നമ്മൾ ലോജിക്കലി മനസ്സിലാക്കാൻ വേണ്ടി ഏറ്റവും ഇൻഫീരിയർ ആയിട്ടുള്ള എക്സാം ആണ് എന്ന് പറയുന്നത് കേട്ടറ്റ് കാറ്റഗറി 1 എന്ന് പറയുന്നത്. അതിനുശേഷം അടുത്തത് വരുന്നതാണ് കേട്ടറ്റ് കാറ്റഗറി 2 എന്ന് പറയുന്നത്. അടുത്ത വരുന്നതാണ് കേട്ടറ്റ് കാറ്റഗറി 3 എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഒരാൾക്ക് UP സ്കൂൾ അസിസ്റ്റന്റ് എക്സാം എഴുതണമെന്ന് വിചാരിക്കാം. അദ്ദേഹത്തിന് വേണ്ടത് ഒരു വിഷയത്തിൽ ഡിഗ്രി ഉണ്ടാവണം, B.Ed ഉണ്ടാവണം, അതുപോലെ തന്നെ എന്താണ് കേട്ടറ്റ് കാറ്റഗറി 2 പാസ്സായിരിക്കണം. പക്ഷെ ഈ പറയപ്പെടുന്ന വ്യക്തി ഇപ്പോൾ കേട്ടറ്റ് കാറ്റഗറി 3 പാസ്സായിട്ടുണ്ട് എങ്കിൽ കാറ്റഗറി 2വിനേക്കാൾ സുപ്പീരിയർ ആയിട്ടുള്ള എക്സാം കാറ്റഗറി 3 ആയതുകൊണ്ട് കാറ്റഗറി 2 പാസ്സാവുന്നതിൽ നിന്ന് എക്സംപ്റ്റഡ് ആണ്. ഇപ്പൊ കാറ്റഗറി 3യേക്കാൾ സുപ്പീരിയർ ആയിട്ടുള്ള എക്സാം ആണ് സെറ്റ് എന്ന് പറയുന്നത്. അപ്പൊ സെറ്റ് ഉള്ളവരെ സംബന്ധിച്ച് കാറ്റഗറി 2 പാസ്സാവുന്നതും കാറ്റഗറി 3 പാസ്സാവുന്നതിൽ നിന്നും എക്സംപ്റ്റഡ് ആണ്. ദെൻ സെറ്റിനേക്കാൾ സുപ്പീരിയർ എക്സാം ആണ് നെറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നെറ്റ് ഉള്ളവരെ സംബന്ധിച്ച് സെറ്റ് പാസ്സാവുന്നതിനും കാറ്റഗറി 2 അല്ലെ കാറ്റഗറി 3 പാസ്സാവുന്നതിനും എക്സംപ്റ്റഡ് ആണ്. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് നെറ്റ് ഉണ്ടെങ്കിൽ ബാക്കി പറയപ്പെടുന്ന ബാക്കിയുള്ള ക്വാളിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സെറ്റിന്റെയോ കാറ്റഗറി 3ന്റെയോ കാറ്റഗറി 2വിന്റെയോ ആവശ്യമില്ല. ഇവിടെ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനുമായിട്ട് സംബന്ധിച്ച് വരുന്ന കുറച്ച് എക്സെപ്ഷൻസ് ആണ് ഏറ്റവും ക്ലിയർ ആയിട്ട് നമ്മൾ ഇടുക. ഫോർ എക്സാമ്പിൾ ഒരു HSST അധ്യാപകനാകുമ്പോൾ യു നീഡ് പോസ്റ്റ് ഗ്രാജുവേഷൻ, PG ആവശ്യമാണ്. ആ കറസ്പോണ്ടിങ് സബ്ജക്റ്റിൽ തന്നെ നിങ്ങൾക്ക് B.Edഉം ആവശ്യമാണ്. പിന്നെ വേണ്ടത് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ സെറ്റ് അല്ലെങ്കിൽ നെറ്റ്, സെറ്റോ നെറ്റോ, അല്ലെങ്കിൽ നിങ്ങൾ JRF ക്വാളിഫൈഡ് ആയിട്ടുണ്ടെങ്കിൽ, അതല്ല എങ്കിൽ നിങ്ങൾക്ക് M.Ed ഉണ്ടെങ്കിൽ, അല്ല എങ്കിൽ നിങ്ങൾക്ക് PhD ഉണ്ടെങ്കിൽ, ഈ പറയപ്പെടുന്ന കറസ്പോണ്ടിങ് സബ്ജക്റ്റിൽ PhDയോ അല്ലെങ്കിൽ എഡ്യൂക്കേഷനിലെ M.Edഓ അല്ലെങ്കിൽ നിങ്ങൾക്ക് JRFോ അല്ലെങ്കിൽ നെറ്റോ സെറ്റോ ഉണ്ടെങ്കിൽ ഇതിലേതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ മതി. അതായത് ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ മറ്റൊരെണ്ണം ക്വാളിഫൈ ചെയ്യുന്നതിലും എക്സംപ്റ്റഡ് ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് PhD ഉണ്ടെങ്കിൽ സെറ്റിന്റെയോ നെറ്റിന്റെയോ JRFന്റെയോ ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനാകാനോ കോളേജ് അധ്യാപകൻ. കാരണം കോളേജിലെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് ഒന്നെങ്കിൽ നെറ്റ് അല്ലെങ്കിൽ PhD ആണ്.
ഓക്കെ. സോ ഇങ്ങനെയാണ് ഇത് വരുന്നത്. ഫോർ എക്സാമ്പിൾ എൻ്റെ ഫ്രണ്ട് ചോദിച്ച സംശയം പോലെ MSc BEd ഉള്ള ഒരാൾക്ക് MSc BEd ഒരാൾക്ക് സെറ്റ് ഇല്ല, പിന്നെ എങ്ങനെയാണ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപനം കഴിഞ്ഞത്? ആ പറയപ്പെടുന്ന വ്യക്തിക്ക് MEd ഉണ്ടായിരുന്നു. നേരെ മറിച്ച് ആ പറയപ്പെടുന്ന വ്യക്തിക്ക് നെറ്റോ, അല്ലെങ്കിൽ ആ പറയപ്പെടുന്ന വ്യക്തിക്ക് നെറ്റോ സെറ്റോ JRF MED ഒന്നുമില്ല, ബട്ട് അതേ വിഷയത്തിൽ PhD ഉണ്ടായിരുന്നെങ്കിൽ അത് വെച്ചിട്ടും അവർക്ക് എക്സംഷൻ കിട്ടുന്നതാണ്. സോ ഇതാണ് ഈ എക്സാം. പിന്നെ ഏതൊക്കെ എക്സാമുകൾ എഴുതണം? ബേസിക്കലി ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ ആ ഇന്റർവ്യൂ ബോർഡിൽ നിങ്ങൾക്ക് ഒരു ഗുഡ് എന്താ പറയുക അപ്രിസിയേഷൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് 1-2 മാർക്കിന്റെ ഒരു സ്പെഷ്യൽ ഫേവർ ലഭിക്കണമെങ്കിൽ എപ്പോഴും നിങ്ങൾക്ക് ഏതൊക്കെ എക്സാമുകൾ പാസ്സാവാമോ ആ എക്സാമുകളെല്ലാം പാസ്സായി സർട്ടിഫിക്കറ്റുകൾ നേടി വെക്കുന്നതാണ് എപ്പോഴും ഒരു പ്രത്യേകിച്ച് ഒരു PSC ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ ഏറ്റവും നല്ലതെന്ന് പറയും. പിന്നെ ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇവിടെ ഒരു കോഴ്സ് നമ്മൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം സ്കിപ്പ് ചെയ്യാൻ കാര്യമുണ്ട്. കോഴ്സ് എന്ന് പറയുന്നത് MPhil ആണ്. അതായത് MPhil ഉള്ളവരെ സംബന്ധിച്ച് ഒരു കോഴ്സിൽ ഏതെങ്കിലും ആ ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റിൽ MPhil ഉള്ളവരെ സംബന്ധിച്ച് അവർക്ക് ഇപ്പോൾ ഹയർ സെക്കൻഡറി അധ്യാപനം പോകുമ്പോൾ അവർക്ക് സെറ്റിന്റെ ആവശ്യമോ നെറ്റിന്റെ ആവശ്യമോ JRFന്റെ ആവശ്യമോ MEDന്റെ ആവശ്യമോ PhD ആവശ്യമില്ല. MPhilോടെ എക്സാം. ഇപ്പൊ ഞാൻ MPhil പറയാത്ത ഇപ്പൊ MPhil എന്ന് പറയുന്ന കോഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നില്ലാത്തതുകൊണ്ട് അതിനെ പറ്റി പറയുന്നത്. ബട്ട് നേരത്തെ MPhil പാസ്സായവരെ സംബന്ധിച്ച് ഇപ്പോൾ അവർക്ക് ആ സബ്ജക്റ്റിൽ PGയും BEdും MPhilഉം ഉണ്ടെങ്കിൽ അവർക്കും ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനാവാനായിട്ടുള്ള HSST എക്സാം എഴുതാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, ഫൈൻ. അപ്പൊ നിങ്ങൾ പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ PSC ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് ഏതെങ്കിലും ഒരു വിഷയത്തിൽ PSC ഉണ്ടെങ്കിൽ അവർക്ക് 5 മാർക്ക് എക്സ്ട്രാ ലഭിക്കുന്നതാണ്. അപ്പൊ 5 മാർക്കിന് ഒരു എക്സ്ട്രാ ഫേവർ അവർക്ക് അഡീഷണൽ ആയിട്ട് ലഭിക്കുന്നതാണ്. സോ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് മറക്കാതെ കമന്റ് ചെയ്യുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നത് ഏതെങ്കിലും ഒരു ഏറ്റവും ഉദാഹരണം പറയാം. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന ഹൈസ്കൂൾ അസിസ്റ്റന്റ് ഫിസിക്കൽ സയൻസ് എക്സാമിനേഷന്റെ നോട്ടിഫിക്കേഷൻ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അതിനകത്ത് കാണാം. അതായത് മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഫിസിക്സ് അല്ലെ കെമിസ്ട്രിയിൽ ഒരു ഡിഗ്രിയും ദെൻ എന്താണ് ഫിസിക്കൽ സയൻസിൽ BEdും കേട്ടിട്ട് കാറ്റഗറി 3യുമാണ്. പക്ഷേ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് സെറ്റ് പാസ്സായവർ അല്ലെങ്കിൽ നെറ്റ് പാസ്സായവർ JRF ഉള്ളവർ MED ഉള്ളവർ PhD ഉള്ളവർ അല്ലെങ്കിൽ MPhil ഉള്ളവർ ഇതിലേതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ ഉള്ളവർ കേട്ടിട്ട് കാറ്റഗറി 3 പാസ്സാവുന്നതിൽ നിന്നും എക്സംപ്റ്റഡ് ആണ് ഇത്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു നോട്ടിഫിക്കേഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിന് താഴെ കൃത്യമായിട്ട് എക്സംഷൻസ് ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഉണ്ടാവും. എന്തെങ്കിലും സംശയം ഇവിടെ മറക്കാതെ കമന്റ് ചെയ്യുക. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കീപ് വാച്ചിങ്, കീപ് ലേണിംഗ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.